ബൈബിളിലെ യഹോവ എന്ന ദൈവം അടക്കി ഭരിക്കുന്ന ബൈബിൾ എന്തോ വലിയ പുണ്യഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. ഒരു മണിക്കൂർ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിനെ പരാമർശിക്കാതെ ബൈബിൾ പരാമർശിക്കാതെ അവർക്ക് ഹിന്ദുമതം പറയാനാവുന്നില്ല. നരകത്തിട്ട് പിന്നെ തീയിലിട്ട് വേവിക്കുന്ന ഒരു ക്രൂരനായ ദൈവമായിട്ടാണ് വായിച്ച എല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ, വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. ഒരു ഹിന്ദു മാസ്റ്റർ അത് പറയുമ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഞാനെപ്പോഴും പറയുന്നത് ഹിന്ദു കോസ്തുകളാണ്. പെന്തക്കോസ്തുകളെ പോലെ ഹിന്ദു കോസ്തുകൾ. മനസ്സിലായോ? ഏകരക്ഷകൻ യേശു, മറ്റൊക്കെ തത്വം. അപ്പം ഇത് ഈ ശരിയായ വേദാന്തം ഇതല്ലാന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശരിയായ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭഗവാൻ രമണ മഹർഷി മഹാപുരുഷനാണ്, അവതാരവരിഷ്ഠനാണ്. രമണ മഹർഷി ഒരിക്കൽ അദ്ദേഹം ആകെ 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അദ്ദേഹം പഠിച്ചത് ഒരു സ്കോട്ടിഷ് സ്കൂളിലാണ്, ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹം ബൈബിൾ മുഴുവൻ പഠിച്ചാണ്. സ്കൂൾ പഠിപ്പിക്കുവരെ, ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കുവരെ. അപ്പം അദ്ദേഹം ഒരിക്കൽ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു, ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ എം ഗോഡ്. അതാണ് ശരിയായ വേദാന്തത്തിൻ്റെ അർത്ഥം. രമണ മഹർഷി പറഞ്ഞു. ഇത് സാഹിബന്മാർ ലോകം മുഴുവൻ കൊണ്ട് കച്ചവടമാക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ കാളെ കൊണ്ടാണ്. നിങ്ങളുടെ രമണ മഹർഷി പോലും ബൈബിളിൽ അംഗീകരിച്ചെന്ന്. പക്ഷേ ശരിക്കും ആ ബിബ്ലിക്കൽ കോൺടെക്സ്റ്റ് എന്താണ്? ബൈബിളിലെ യഹോവ എന്ന ദൈവം അടക്കി ഭരിക്കുന്ന, ക്രൂരവും നിന്ദ്യവുമായി പിന്നെ എതിരുകാരെ നശിപ്പിക്കുന്ന, ശപിക്കുന്ന, നരകത്തിട്ട് പിന്നെ തീയിലിട്ട് വേവിക്കുന്ന ഒരു ക്രൂരനായ ദൈവമായിട്ടാണ് വായിച്ച എല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ, വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഞാൻ ഈ ബൈബിൾ എന്തോ വലിയ പുണ്യഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. എതിർക്കുന്നവരെ മലം വാരി എറിയാൻ പറയുന്ന യഹോവ. അതെ അതെ. അതായത് അച്ഛനെയും മക്കളെയും കുടുംബത്തെ തന്നെ ചുട്ടുകരിക്കാൻ പറയുന്നത്. അതായത് സഹോദരനും സഹോദരൻ തമ്മിൽ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെ എതിർക്കുകയല്ല, അത് അവരുടെ ഇഷ്ടവിശ്വാസം. പക്ഷേ ഒരു ഹിന്ദു മാസ്റ്റർ അത് പറയുമ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഞാൻ അവരുടെ വിശ്വാസത്തെ എതിർക്കില്ല. അവർ മലം വാരി എറിയുകയോ പൂ വാരി എറിയോ, അത് അവരുടെ ഇഷ്ടം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിയോ വേദാന്തം വന്ന സമയത്ത് എന്തുണ്ടായി? ഹിന്ദുമതത്തിൽ തത്വങ്ങൾ പറയാൻ വേണ്ടി ബൈബിളിൻ്റെ സഹായം തേടുന്ന, അതായത് നദിയിലേക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ട് കോരിയിടുക. ഹിന്ദുമതം ഒരു നദിയാണ്, അതിലെ വെള്ളം നല്ലതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിണറിലെ വെള്ളവുമായിട്ട് താരതമ്യപ്പെടുത്തി പറയും. നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഒട്ടുമിക്ക സന്യാസിമാരുടെയും ഒരു മണിക്കൂർ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിനെ പരാമർശിക്കാതെ ബൈബിൾ പരാമർശിക്കാതെ അവർക്ക് ഹിന്ദുമതം പറയാനാവുന്നില്ല. കാരണം അവർ പഠിച്ചത് ബൈബിളാണ്. 2 കൊല്ലം എന്തോ വേദാന്തം പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുത്വം എന്ന് പറഞ്ഞതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇവർ നിലനിൽക്കുന്ന ഈ സന്യാസിമാരിൽ പലരും നിലനിൽക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ ബെനിഫിറ്റ്സ് പേറിക്കൊണ്ടാണ്. രാഷ്ട്രീയ നേട്ടങ്ങളോ രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പരിചയം. അപ്പം ഇവരെ വിമർശിച്ചാൽ കൂട്ടായ ആക്രമണം, വിമർശിക്കുന്ന നേരിടേണ്ടി വരും. ഞാൻ എത്രത്തോളം ഫാക്ച്വലായിട്ട് സംസാരിച്ചാലും എന്നെ തമസ്കരിക്കാൻ അവർക്ക് കഴിയും.